ഇന്ത്യൻ ഭൂപടത്തിൽ മുംബൈ എന്ന മഹാനഗരം ഉള്ളിടത്തോളം കാലം ആ നഗരം മറക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു പേരുണ്ട്. അതൊരു വെറും പേരല്ല, ഒരു ഭയമാണ്. പോലീസുകാരും രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും ഒരുപോലെ ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്ന ഒരു അദൃശ്യ ശക്തി. നിയമം കാക്കാൻ യൂണിഫോം ഇട്ട ഒരു അച്ഛന്റെ മകൻ. പക്ഷേ അവൻ തിരഞ്ഞെടുത്തത് നിയമം ലംഘിക്കാനുള്ള വഴിയായിരുന്നു. ഡോംഗ്രിയിലെ തെരുവിൽ സൈക്കിൾ മോഷ്ടാവായല്ല, മറിച്ച് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് 20ഓളം രാജ്യങ്ങളിൽ വേരുകളുള്ള ഡി കമ്പനി എന്ന സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി അവൻ മാറി. സ്വർണ്ണക്കടത്ത് മുതൽ ബോളിവുഡ് വരെ, ക്രിക്കറ്റ് സ്റ്റേഡിയം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ അവന്റെ വിരൽത്തുമ്പിൽ അനങ്ങാത്തതായി ഒന്നുമില്ലായിരുന്നു. ദാവൂദ് ഇബ്രാഹിം കാസ്കർ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വെറുമൊരു ഗ്യാങ്സ്റ്ററുടെ കഥയല്ല. മുംബൈയുടെ ഭായി എന്ന പദവിയിൽ നിന്ന് ലോകം തിരയുന്ന ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന നിലയിലേക്ക് അവൻ എങ്ങനെ വളർന്നു? എന്താണ് ആരും പറയാത്ത ഡി കമ്പനിയുടെ രഹസ്യങ്ങൾ? രത്നഗിരിയിലെ മുംക എന്ന ഗ്രാമത്തിൽ നിന്ന് മുംബൈയിലേക്ക് കുടിയേറിയ ഒരു സാധാരണ കുടുംബം. ഹെഡ് കോൺസ്റ്റബിൾ ഇബ്രാഹിം കാസ്കർ എന്ന സത്യസന്ധനായ പോലീസുകാരൻ. മുംബൈ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം നിയമം നടപ്പിലാക്കാൻ കർക്കശക്കാരനായിരുന്നു. എന്നാൽ വിധി അദ്ദേഹത്തിന് കരുതി വെച്ചത് വലിയൊരു പരീക്ഷണമായിരുന്നു. തന്റെ മകൻ ദാവൂദ്. ഡോംഗ്രിയിലെ ഇടുങ്ങിയ തെരുവുകളിൽ വളർന്ന ദാവൂദ് ചെറുപ്പത്തിൽ തന്നെ പഠനത്തെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് തെരുവിലെ തല്ലുപിടുത്തങ്ങളിലായിരുന്നു. മസ്തി എന്നായിരുന്നു കുട്ടിക്കാലത്ത് അവന്റെ വിളിപ്പേര്. എന്നാൽ ആ വികൃതി പയ്യൻ വളർന്നത് സാധാരണക്കാരനായിട്ടല്ല. ആദ്യകാലത്ത് ഹാജി മസ്താന്റെയും കരീം ലാലിയുടെയും പേരുകൾ കേട്ടാണ് മുംബൈ വിറച്ചിരുന്നത്. അന്ന് ദാവൂദ് വെറുമൊരു തുടക്കക്കാരൻ മാത്രം. തുടക്കത്തിൽ ചെറിയ കൊട്ടേഷൻ വർക്കുകളും വാച്ച് മോഷണങ്ങളും ഒക്കെയായി നടന്ന ദാവൂദ് പെട്ടെന്നാണ് തന്റെ വഴി തിരിച്ചറിഞ്ഞത്. തനിക്ക് വേണ്ടത് പണമാണ്, അതിലേക്കുള്ള വഴി എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ തന്റെ സഹോദരൻ ഷബീർ ഇബ്രാഹിമിനൊപ്പം ചേർന്ന് അവൻ ഒരു സംഘം ഉണ്ടാക്കി. പിൽക്കാലത്ത് ലോകം മുഴുവൻ ഡി കമ്പനി എന്ന് വിളിച്ച ആ സാമ്രാജ്യത്തിന്റെ ആദ്യ രൂപം ദ യങ് കമ്പനി. അവർ ഹാജി മസ്താനെ കണ്ടുപഠിച്ചു. അക്രമം മാത്രമല്ല, ബുദ്ധിയും ബിസിനസ്സും ചേർത്താലേ അധോലോകം ഭരിക്കാൻ കഴിയൂ എന്ന് ദാവൂദ് മനസ്സിലാക്കി. എന്നാൽ മുംബൈ അധോലോകം ദാവൂദിന് അത്ര എളുപ്പമായിരുന്നില്ല. അവിടെ ഇതിനകം ശക്തരായ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പത്താൻ ഗ്യാങ്. കരീം ലാലിയുടെ നേതൃത്വത്തിലുള്ള പത്താൻ സംഘം മുംബൈയിലെ ഏറ്റവും ക്രൂരമായ സംഘമായിരുന്നു. അമീർ സാദയും ആലം സീബുമായിരുന്നു അവരുടെ പ്രധാന ഗുണ്ടകൾ. ദാവൂദിന്റെ വളർച്ച ഇവരെ അസ്വസ്ഥരാക്കി. 1981 ദാവൂദിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച വർഷം. തന്റെ ജീവനേക്കാൾ ദാവൂദ് സ്നേഹിച്ചിരുന്ന ജ്യേഷ്ഠൻ ഷബീർ ഇബ്രാഹിമിനെ പത്താൻ ഗ്യാങ് ചതിയിലൂടെ വെടിവെച്ചു കൊന്നു. പ്രഭാദേവിയിലെ ഒരു പെട്രോൾ പമ്പിന് സമീപം വെച്ചായിരുന്നു ആ കൊലപാതകം. ഷബീറിന്റെ രക്തം വീണതോടെ ദാവൂദിലെ ബിസിനസ്സുകാരൻ മരിച്ചു. പകരം അവിടെ ഒരു പ്രതികാരദാഹി ജനിച്ചു. എന്റെ ചേട്ടനെ കൊന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല. പിന്നീട് മുംബൈ കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്യാങ് വാറാണ്. തെരുവുകളിൽ രക്തം പുഴയായി ഒഴുകി. ഷബീറിനെ കൊന്ന അമീർ സാദയെ വകവരുത്താൻ ദാവൂദ് തിരഞ്ഞെടുത്തത് കോടതി മുറിയാണ്. 1983 സെപ്റ്റംബർ 6 മുംബൈ സെഷൻസ് കോടതി വിചാരണയ്ക്കായി കൊണ്ടുവന്ന അമീർ സാദയെ ദാവൂദിന്റെ വാടക കൊലയാളി ഡേവിഡ് പർദേശി ജഡ്ജിയുടെയും പോലീസിന്റെയും മുന്നിലിട്ട് വെടിവെച്ചു കൊന്നു. മുംബൈ നടുങ്ങിപ്പോയി. കോടതിക്കുള്ളിൽ പോലും ആരും സുരക്ഷിതരല്ല എന്ന് ദാവൂദ് തെളിയിച്ചു. അതുമാത്രമല്ല, കരീം ലാലിയുടെ അനന്തരവൻ സമദ് ഖാനെയും ദാവൂദ് അതിവിദഗ്ധമായി തീർത്തു. അതോടെ പഴയ സിംഹങ്ങൾ ഹാജി മസ്താനും കരീം ലാലയും കളമൊഴിഞ്ഞു. ഇനിയുള്ള കാലം ദാവൂദിന്റെതാണ് എന്ന് മുംബൈ അധോലോകം തിരിച്ചറിഞ്ഞു. 1986 ആയപ്പോഴേക്കും പോലീസ് ദാവൂദിന് ചുറ്റും ബലമുറുക്കി. ജയിലിൽ കിടക്കാൻ ദാവൂദ് തയ്യാറല്ലായിരുന്നു. അങ്ങനെ അവൻ മുംബൈ വിട്ടു. ലക്ഷ്യം ദുബായ്. പക്ഷേ ഇന്ത്യ വിട്ടതോടെ ദാവൂദ് ദുർബലനായില്ല, മറിച്ച് 100 ഇരട്ടി ശക്തനായി. ദുബായിലിരുന്ന് സാറ്റലൈറ്റ് ഫോണുകളിലൂടെ അവൻ മുംബൈ നിയന്ത്രിച്ചു. ഭായിക്ക ഫോൺ വന്നാൽ മുംബൈയിലെ മന്ത്രിമാർ പോലും എഴുന്നേറ്റ് നിൽക്കുന്ന കാലം. സ്വർണ്ണക്കടത്തായിരുന്നു പ്രധാന വരുമാനം. കടലിലൂടെ ടൺ കണക്കിന് സ്വർണം ഇന്ത്യയിലേക്ക് ഒഴുകി. എന്നാൽ ദാവൂദിന് വെറും ഒരു കള്ളക്കടത്തുകാരൻ എന്നതിലുപരി ഒരു സെലിബ്രിറ്റിയാകാനായിരുന്നു ഇഷ്ടം. ബോളിവുഡും ക്രിക്കറ്റും അവൻ തന്റെ വരുതിയിലാക്കി. സിനിമാ നിർമ്മാതാക്കൾ ദാവൂദിന്റെ ഓഫീസിനു മുന്നിൽ ക്യൂ നിന്നു. ദാവൂദിന്റെ പാർട്ടികളിൽ ബോളിവുഡ് സൂപ്പർ സ്റ്റാറുകൾ അതിഥികളായി എത്തി. ഷാർജയിലെ ക്രിക്കറ്റ് ഗാലറിയിൽ സിഗരറ്റും വലിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ചിരിക്കുന്ന ദാവൂദിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ക്യാമറകൾക്ക് മുന്നിൽ പോലും അവൻ ഭയമില്ലാതെ ജീവിച്ചു. ഇക്കാലത്താണ് ദാവൂദിന്റെ വലം കൈയായി ചോട്ടാരാജൻ മാറുന്നത്. ദാവൂദ് തലച്ചോറാണെങ്കിൽ അത് നടപ്പിലാക്കുന്ന കൈകൾ രാജനായിരുന്നു. ആ സൗഹൃദം മുംബൈ അധോലോകത്തെ അജയ്യമാക്കി. പക്ഷേ 1992 ബാബറി മസ്ജിദ് തകർത്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മുംബൈയിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇതുവരെ പണത്തിനു വേണ്ടി മാത്രം കുറ്റകൃത്യം ചെയ്തിരുന്ന ദാവൂദ് ആദ്യമായി മതപരമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു. ഇതിന് അവനെ പ്രേരിപ്പിച്ചത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണെന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് ടൈഗർ മേമൻ എന്ന ക്രൂരനായ വില്ലന്റെ കടന്നുവരവ്. ദാവൂദിന്റെ നിർദ്ദേശപ്രകാരം ടൈഗർ മേമൻ സ്ഫോടനത്തിനുള്ള പദ്ധതി തയ്യാറാക്കി. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് തീരത്ത് ഷെക്കാടി എന്ന സ്ഥലത്ത് കസ്റ്റംസിനെയും പോലീസിനെയും വെട്ടിച്ച്
സ്വീകരിച്ച് ടൺ കണക്കിന് RDX വന്നിറങ്ങി. 1993 മാർച്ച് 12 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം കുലുങ്ങി വിറച്ചു. തുടർന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 12 തുടർ സ്ഫോടനങ്ങൾ. എയർ ഇന്ത്യ ബിൽഡിംഗ്, സീകോക്ക് ഹോട്ടൽ, പ്ലാസ സിനിമ, മുംബൈ അക്ഷരാർത്ഥത്തിൽ കത്തിയെരിഞ്ഞു. 257 നിരപരാധികളാണ് അന്ന് ചിതറിത്തെറിച്ചത്. 700-ലധികം പേർക്ക് പരിക്കേറ്റു. അതൊരു അധോലോക കുറ്റകൃത്യമായിരുന്നില്ല, അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. അന്നുവരെ മുംബൈയുടെ ഭായിയായിരുന്ന ദാവൂദ് അതോടെ ഇന്ത്യയുടെ ശത്രുവായി മാറി. ടെററിസ്റ്റ് എന്ന ലേബൽ അവൻ സ്വന്തം പേരിനൊപ്പം എഴുതി ചേർത്തു. മുംബൈ സ്ഫോടനം ഡി കമ്പനിയിലും വിള്ളലുകളുണ്ടാക്കി. ദാവൂദ് പാകിസ്ഥാന്റെ കയ്യിലെ പാവയായെന്നും സ്വന്തം നഗരത്തെ തകർത്തത് തെറ്റായിപ്പോയെന്ന് വിശ്വസിച്ച ഛോട്ടാരാജൻ ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞു. അങ്ങനെ അധോലോകം രണ്ടായി പിളർന്നു. ദാവൂദ് ഗ്യാങ് വേഴ്സസ് രാജൻ ഗ്യാങ്. പിന്നീട് വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഇരുവരും പരസ്പരം കൊല്ലാൻ ശ്രമിച്ചു. ബാങ്കോക്കിൽ വെച്ച് രാജന് നേരെ നടന്ന വധശ്രമം സിനിമകളെ വെല്ലുന്നതായിരുന്നു. ഇതിനിടയിൽ ദാവൂദ് ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷനായി. ദുബായ് സുരക്ഷിതമല്ലെന്ന് കണ്ടപ്പോൾ അവൻ പാകിസ്ഥാനിലേക്ക് ചേക്കേറി. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ദാവൂദിനെ ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചു. ഉസാമ ബിൻ ലാദനുമായി ദാവൂദിന് ബന്ധമുണ്ടെന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിച്ചു. ഇന്ന് 2026-ലും ദാവൂദ് എവിടെയാണ്? ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് കൃത്യമായ ഉത്തരമുണ്ട്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ക്ലിഫ്റ്റൺ എന്ന സമ്പന്നമായ ഏരിയയിൽ വലിയ മതിലുകൾക്കുള്ളിലെ ഒരു രാജകൊട്ടാരത്തിൽ അവൻ ജീവിക്കുന്നു. വൈറ്റ് ഹൗസ് എന്നാണ് ആ വീട് അറിയപ്പെടുന്നത്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും ISIയുടെയും 24 മണിക്കൂർ കാവലിലാണവൻ. ഇതിനിടയിൽ പലതവണ വാർത്തകൾ വന്നു. ദാവൂദ് മരിച്ചു, ദാവൂദിന്റെ കാൽ മുറിച്ചു മാറ്റി, വിഷബാധയേറ്റു. എന്നാൽ അതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് പിന്നീട് തെളിഞ്ഞു. അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവന്റെ സാമ്രാജ്യം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കോൺസ്റ്റബിളിന്റെ മകനായി തുടങ്ങി മുംബൈയുടെ ഡോണായി ഒടുവിൽ രാജ്യദ്രോഹിയായി മാറിയ ദാവൂദ് ഇബ്രാഹിം അതൊരു വ്യക്തിയല്ല, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 257 പേരുടെ ആത്മാക്കൾ ഇന്നും നീതിക്കായി കാത്തിരിക്കുന്നു. ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം നിയമത്തിന്റെ കൈകൾ അവനിലേക്കും എത്തും. കാരണം ചരിത്രം ആരെയും വെറുതെ വിടാറില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യക്ക് എന്തെങ്കിലും പിടികൂടാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.